ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് മദ്യനയത്തിൽ സ്വീകരിച്ച നിലപാട് മുഖ്യമന്ത്രി വി.ഡി. സതീശന് തിരിച്ചടിയാകുന്നു. LDF സർക്കാരിന്റെ നീക്കത്തെ കോടികളുടെ അഴിമതി എന്ന് പറഞ്ഞതിനെ പ്രതിപക്ഷം അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണിപ്പോൾ. മദ്യനയത്തെ മുൻപ് വിമർശിച്ച VM സുധീരന്റെ ഇപ്പോഴത്തെ മൗനവും ചർച്ചയാണ്. അതേസമയം മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി KM ഷാജി. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. 2024 മാർച്ചിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇടതു സർക്കാരിനെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അതേ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ നികുതി കുറച്ചുകൊടുത്ത് വീര്യം കുറഞ്ഞ മദ്യം യഥേഷ്ടം കേരളത്തിൽ ഒഴുക്കാനുള്ള തീരുമാനം എക്സൈസ് മന്ത്രിയെ പോലും അറിയിക്കാതെ എടുത്തു. മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് തിരിച്ചടിച്ചു. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. എത്ര കിട്ടിയത് കൊണ്ടാണ് ഈ ഇളവ് കൊടുത്തത്? ഇത്ര വലിയ വരുമാന നഷ്ടം സഹിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ, ആ ത്യാഗം സഹിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ നടന്ന കൊടുക്കൽ വാങ്ങൽ എന്താണ് പുറത്തു വരിക തന്നെ ചെയ്യും. അതേസമയം ഈ നിലപാടിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി മദ്യ ഉപഭോഗം കൂട്ടുന്നതിനോട് യോജിക്കുന്നില്ല. കോൺഗ്രസ്സുകാരുടെ ഗാന്ധിജിയുടെ പാർട്ടിയല്ലേ, ഗാന്ധിജിയുടെ ആദർശങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ, അവർക്കും നിലപാടുണ്ടല്ലോ. ഞങ്ങൾ മദ്യം കുടിപ്പിക്കാൻ, കുട്ടികളെ മദ്യം കുടിപ്പിക്കാൻ, ലഹരി ഉപയോഗിക്കാനൊക്കെ ഉണ്ടാകുന്ന പദ്ധതികൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കും, സംശയമൊന്നുമില്ല. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള തീരുമാനം ഉപേക്ഷിച്ച അന്നത്തെ ഇടതു സർക്കാരിലെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കും. നിയമസഭയിലേക്കും വിഷയമെത്തും. മുമ്പ് ഇതേ വിഷയത്തിൽ LDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ച VM സുധീരൻ വിവാദം അറിഞ്ഞ മട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്മേലുള്ള വിവാദം വീര്യം കൂടി തന്നെയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.